സുജയ പറഞ്ഞതിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ബാക്കി ഒരു നിയമത്തിലും മോചിതരാകുന്ന ഭർത്താവിൻ്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ മാത്രം ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുന്നത്? അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ആ മുസ്ലിം ഭാര്യയ്ക്ക് പിന്നീട് ജീവനാംശം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഭർത്താവ് ജയിലിനുള്ളിലാക്കപ്പെടും. എങ്ങനെയാണ് അത് മുസ്ലിം സ്ത്രീക്ക് സുരക്ഷയാവുക? മുത്തലാഖ് ചൊല്ലുന്നതിനെ അപ്പോൾ അങ്ങ് ന്യായീകരിക്കുകയാണോ? മുത്തലാഖ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ, എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, അപ്പോൾ ഈ 3 തവണ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ 3 തവണ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഹൂഎവർ ഇറ്റ് ഈസ്, 3 തവണ അങ്ങ് മൊഴി ചൊല്ലി ഒരു മൊഴി ചൊല്ലി ഒരു സ്ത്രീയെ അങ്ങ് ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് എത്രമാത്രം ഒരാളുടെ ഭാഗത്ത് നിന്നുള്ള കുറ്റകരമായ കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അതിലേക്ക് പോകാതിരിക്കുന്നതിനും കൂടി ഈ നിയമം വഴിവെക്കില്ലേ? അല്ലല്ല, നിയമപരമല്ല എന്ന് വിധിച്ചാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അതിനുശേഷം ക്രിമിനലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പല രീതിയിൽ വിവാഹമോചിതരാവുന്നവരുണ്ട്. ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പല അവാന്തര വിഭാഗങ്ങളിൽ. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രം ആ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ പിടിച്ച് ജയിലിലിടുകയാണ്. ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ ജയിലിടുന്ന എപ്പോഴാണ്? ആ സംഭവം നടക്കുമ്പോഴാണ്. അതായത് മുത്തലാഖ് ചൊല്ലുന്ന ആൾ, അതായത് കുറ്റകരമാണ്, ഇത് നിങ്ങൾ ക്രിമിനൽ ഇതിന് അകത്താകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നിട്ടും ചെയ്യുന്ന ആളെ പിന്നെ ശിക്ഷിക്കേണ്ടേ? അല്ല, ഇപ്പൊ ക്രിമിനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ബാക്കി ഒരു നിയമത്തിന്റെ കാര്യത്തിലും വിവാഹമോചനം ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് വിവാഹമോചനങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ടുപേരും ഭാര്യ വേണമെങ്കിൽ വിവാഹമോചനം നേടാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോവാം. അതെങ്ങനെയാണ്? അവിടെ ഒരു കോടതിയുണ്ട്, ഇതങ്ങനെയല്ല. ഇത് 3 പ്രാവശ്യം ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാലും മതി. വേണ്ട, ആ മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു. പകരം എന്താണ്? ആ മുത്തലാഖ് എന്നുള്ളത് നിരോധിച്ചിട്ട് നിയമപരമായിട്ട് പോകണം. ശരീരത്തിലെ ഒരു ഭാഗം ഇതാ നിരോധിച്ചിരിക്കുന്നു. എന്തിനാ ക്രിമിനലൈസ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ സാമ്പ്രദായിക രീതിയിൽ അല്ലെങ്കിൽ മറ്റു മതക്കാർ ചെയ്യുന്നത് പോലെ നിയമപരമായ വഴിയിലൂടെയാണോ വിവാഹമോചനം നടന്നത്? അത് നടക്കണം, അതിലേക്ക് വരണം. അതിലേക്ക് വരണം. ഇത് ഞാൻ ചോദിക്കുന്നത്, ഒരു ശിക്ഷയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ശിക്ഷ ഉറപ്പാക്കും. ഫോണിൽ വിളിച്ച് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാമിന്റെ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. റഹീസാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോ ആ ഇമാമിനെതിരെ ഗാർഹിക പീഡനത്തിനും കേസെടുത്തിട്ടുണ്ട്. മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിന്റെ ഫോൺ സംഭാഷണം ഇതിനിടയിൽ പുറത്തു വന്നു. തലാഖ് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഇയാൾ ഭാര്യയോട് ഫോണിലൂടെ പറയുന്നത്. 3 തലാഖും ചൊല്ലുന്നത് ഫോൺ സംഭാഷണത്തിന്റെ അവസാനം വ്യക്തമാണ്. യുവതിയെ ബാസിത്ത് ചീത്ത വിളിക്കുന്നുണ്ട്. അതും ഈ ഫോൺ സംഭാഷണത്തിലുണ്ട്. പത്തനംതിട്ട വായ്പൂരിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമായ ബാസിത്ത് നിലവിലിപ്പോൾ റിമാൻഡിലാണ്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 2019 ശേഷം മുത്തലാഖ് ചൊല്ലി ഭാര്യയെ ഒഴിവാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു ഇമാമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? കേട്ടു. പഠിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞത് ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ? എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. എടി, നിന്നെ ഞാൻ തലാഖിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാഖും ചൊല്ലിയിരിക്കുന്നടി. നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാഖും ചൊല്ലിയാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. പോയിക്കോ. ഇത്രേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞു എന്നാണ് കരുതിയത് അബ്ദുൽ ബാസിത്ത്. പക്ഷെ കഴിഞ്ഞില്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പൊ ജയിലിനുള്ളിലുണ്ട് തലാഖ് ചൊല്ലിപ്പോയ കക്ഷി. അപ്പൊ എന്തായാലും ഇനി ഈ യുവതി കനിയണം, ജാമ്യം കിട്ടി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണ് ആളുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മോന്റെ പിറന്നാള്, 1ാമത്തെ പിറന്നാള് വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തതാണ്. അതാണ് പെട്ടെന്നുള്ള പ്രകോപനമായിട്ട് ഒരു ഡിവോഴ്സിന് മുത്തലാഖൊക്കെ ചൊല്ലാൻ കേക്ക് കട്ട് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്തു എന്നുള്ളതിന് കാരണമാവുക. എന്നിട്ട് അവരെ നിഷ്കരണം വലിച്ചെറിയുക. മറ്റൊരു വിവാഹം ഇയാൾക്കുണ്ട്, ആ വിവാഹബന്ധം അയാൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മുത്തലാഖ് ക്രിമിനൽ ഒഫൻസ് ആക്കിയതിനു ശേഷമുള്ള ഒഫൻസും ചുമത്തപ്പെട്ടിട്ടുണ്ട്.